എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉടുപ്പിൻ്റെ ബാക്കിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബോ ആണ് തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രോക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊരു പീസ് എടുക്കണം. ഇതിൻ്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. ഇനി നമ്മൾ അതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചാണ്. ഇതുപോലുള്ള 2 പീസ് നമുക്ക് ആവശ്യമാണ്. ഇനി ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സാറ്റിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് കളർ ക്ലോത്ത് എടുത്താലും മതി. ഇതിപ്പോൾ 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. ഇതുപോലുള്ള 2 പീസ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇതിലെ ഒരു പീസിനെ ഇതുപോലെ നടുമടക്കി കൊടുക്കുക. അതായത് നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തലപ്പിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കണം. ആദ്യം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് ഫ്രില്ലുകളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അടുത്ത ക്ലോത്തും ഇതുപോലെ തന്നെ ഫ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 2 എണ്ണം ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഫ്രില്ല് വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്രില്ല് വരുന്ന ഭാഗം ഇങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം അപ്പുറത്തേക്ക് ആക്കിയിട്ട് നീക്കി വെക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗവും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലോത്ത് വെക്കുക. അതായത് നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശം ജോയിൻ്റ് ചെയ്തെടുക്കാം. അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്യാം. ഇനി ഈ ഒരു സൈഡ് മൊത്തമായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഭാഗം തയ്ക്കുമ്പോൾ നമ്മൾ ഇത്രയും ഗ്യാപ്പ് വിടണം. അത് ഇവിടെ ആയാലും ഈ ഒരു സൈഡിലോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലോ നിങ്ങൾക്ക് വിടാം. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് 1/4 ഭാഗം വരെ തയ്ച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം.
എന്നിട്ട് ഈ ഒരു ഹോളിലൂടെ നമുക്കിതിനെ മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ ക്ലോത്ത് അകത്തേക്കാക്കി മടക്കി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ പതിച്ചിട്ട് നമ്മൾ 4 സൈഡും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഞെറിവുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പിടിക്കുക കേട്ടോ. ഞൊറിഞ്ഞ് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതിനെ അങ്ങ് തുന്നി കെട്ടിയെടുക്കാം. ഇതുപോലെ സൂചി ഉപയോഗിച്ച് നൂല് 2 പ്രാവശ്യം കുത്തിയെടുത്തതിന് ശേഷം നൂല് കൊണ്ട് ഇതുപോലെ ചുറ്റി കെട്ടുക കേട്ടോ. ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും തുന്നിയിട്ട് ഒരു കെട്ട് പോലെ ആക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ എടുക്കുക. ഫ്ലവർ എടുത്തതിന് ശേഷം നമുക്കിത് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്കൊരു ബോ ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മുത്തുകൂടെ ഇതിൽ തുന്നിയെടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വലിയ മുത്ത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതിൽ വലിയ മുത്ത് ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതും ഇവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് 2 ചെറിയ മുത്തൂടെ ഉണ്ട്, അത് നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മുത്തുകളെല്ലാം ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്